മീഡിയാസിലേക്ക് സ്വാഗതം. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ 16-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതിഗംഭീരമായിട്ടുള്ള കുതിപ്പാണ് സിനിമയ്ക്ക് തുടരാൻ കഴിയുന്നത്. ഒരു പിടി റെക്കോർഡുകൾ തകർത്തും മറ്റ് ഒരു പിടി റെക്കോർഡുകൾ പുതിയതായി തീർത്തുകൊണ്ടും സിനിമ മുന്നോട്ട് കുതിക്കുകയാണ്. ഈ ഒരു ദിവസം സിനിമയുടെ കളക്ഷൻ അതിഗംഭീരമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കേരളം, തമിഴ്നാട്, തെലുങ്ക്, അതേപോലെ തന്നെ ഹിന്ദി, ഈ ഏരിയയിൽ സിനിമ എല്ലായിടത്തും കൊടുമ്പിരി കൊണ്ട് കൊടൂരമായി ഓടുന്ന ഒരു കാര്യം. മോസ്റ്റ് വയലൻറ്റ് ഫിലിം എവർ സീൻ ഇൻ ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററി എന്നുള്ള പേര് വന്നിരിക്കുന്നു. ഇതുവരെ കണ്ട സിനിമകളല്ല. അനിമൽ എന്ന സിനിമയാണ് ഏറ്റവും അവസാനമായി അതിഗംഭീരമെന്ന് പറഞ്ഞെങ്കിൽ അതൊന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ലാതെയാകുന്നു എന്നുള്ളതാണ് ഹിന്ദി, തമിഴ്, തെലുങ്ക് പ്രേക്ഷകർ പറയുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് ഇതിനിടയിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ സിനിമയുടെ കളക്ഷനിലേക്ക് നടക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്ന കളക്ഷൻ, അതായത് ഇന്നലെ വരെയുള്ള കളക്ഷൻ അല്ലെങ്കിൽ ഇന്നലത്തെ 15-ാം ദിനത്തെ കളക്ഷൻ, കേരളത്തിൽ നിന്ന് ഇതുവരെ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 75 ലക്ഷം രൂപയോളമാണ്. തെലുങ്കിൽ നിന്ന് 82 ലക്ഷം രൂപയ്ക്ക് മുകളിലും തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് 46 ലക്ഷം രൂപയ്ക്ക് മുകളിലുമാണ് എന്നുള്ളതാണ്. ഹിന്ദി മേഖലയിൽ നിന്ന് 1 കോടിക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്നും സിനിമയ്ക്ക് കൊടൂരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് വരുന്നത്. ശനി ഞായർ ദിനങ്ങളിൽ ഇതിൻ്റെ 4 ഇരട്ടിയിലേക്ക് കടക്കുമെന്നുള്ളതിന് സംശയമില്ല. ഹിന്ദിയിൽ ഇപ്പോൾ തന്നെ അവിടുത്തെ അനലിസ്റ്റുകൾ ഉറപ്പിച്ചിരിക്കുന്നു, ഈ ആഴ്ച കൊണ്ട് സിനിമ 10 കോടിക്ക് മുകളിൽ കയറും. ഇതുവരെ ഹിന്ദി കളക്ഷൻ 14 ദിവസം കൊണ്ട് മാത്രമായി 6 കോടിക്ക് മുകളിലേക്ക് എത്തിയ റിപ്പോർട്ടുകൾ വരുന്നു. 15 ദിവസം കൊണ്ട് സിനിമ 6.25 കോടിയിലേക്ക് എത്തിയതായി റിപ്പോർട്ടുകൾ എത്തിയിരിക്കുകയാണ്. എന്താണെങ്കിലും ഹിന്ദി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ 7 കോടിക്ക് മുകളിലേക്ക് എത്തി. കർണാടകത്തിൽ നിന്ന് സിനിമ 3.25 കോടിക്ക് മുകളിലും കേരളത്തിൽ സിനിമ 40 കോടിക്ക് മുകളിലേക്കും എത്തിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സിനിമ 90 കോടിയിലേക്ക് എത്തുകയാണ് എന്ന് തന്നെ പറയാം. ഇന്ന് സിനിമയ്ക്ക് ഒരു സർവ്വകാല റെക്കോർഡുണ്ടായി. അതായത് പുഷ്പയുടെ റെക്കോർഡുകൾ അല്ലെങ്കിൽ പുഷ്പയെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്നെയാണ് സിനിമ ഇന്ന് കുതിച്ച് പാഞ്ഞിരിക്കുന്നത്. അതായത് 15-ാം ദിനത്തിലെ മൊത്തമുള്ള സ്ക്രീനുകളും അതേപോലെ ഷോ കൗണ്ടുകളും നോക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ പറയുകയാണ്. ഒഫീഷ്യലായി വന്നിരിക്കുന്ന ആ ഒരു വാക്കുകൾ വായിക്കാം. മാർക്കോ സ്റ്റീൽസ് ടുഡേസ് ഹയസ്റ്റ് ഷോസ് ആൻഡ് സ്ക്രീൻ ഫോർ എനി മൂവി ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്ന ഏത് സിനിമയെയും ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് പ്രദർശിപ്പിച്ച ഷോ കൗണ്ടുകളും സ്ക്രീനുകളുമുള്ള സിനിമയായി മാറി. അതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദിയിലാണ്. 1327 സ്ക്രീനുകളിൽ നിന്ന് 3000-ന് മുകളിലുള്ള ഷോകളാണ് ഹിന്ദിയിൽ മാത്രം സിനിമ പ്രദർശിപ്പിച്ചത്. മുംബൈയിൽ 425 ഷോകളാണ് ഉണ്ടായിരുന്നത്. നമുക്ക് കാണാൻ കഴിയും നമ്പർ ഓഫ് സിനിമാസ് ഇൻ ഹിന്ദി എന്ന് പറയുന്നത്. ഡൽഹി UP-യിൽ നിന്ന് 325-ഉം വെസ്റ്റ് ബംഗാളിൽ 63-ഉം ആസാമിൽ 53-ഉം ബീഹാർ 76, ഒഡീഷ 62, മൈസൂറിൽ 75 ഷോകൾ, CP 104, CL 50, രാജസ്ഥാൻ 45, നിസാം 49, ഇങ്ങനെ നീളുന്ന വമ്പൻ ഒരു ലിസ്റ്റുമാണ് കാണാൻ കഴിയുന്നത്. അതായത് പുഷ്പ ഇന്ന് ഏത് റേഞ്ചിലാണ് ഓടുന്നതെന്നറിയാം. 2000 കോടിയിലേക്ക് ടച്ച് ചെയ്യാൻ പോകുന്ന പുഷ്പയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ ഷോകളും കൗണ്ടുകളും എത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയുന്നു. ഒരു മലയാള സിനിമയുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള അഭിമാനപൂരിതമായിട്ടുള്ള ഒരു മുഹൂർത്തം എന്ന് തന്നെ പറയാം. എക്സിബിറ്റേഴ്സിൻ്റെ ആവശ്യപ്രകാരം, അവരുടെ ഡിമാൻഡ് പ്രകാരം തെലുങ്കാനയിൽ സിനിമ 400-ന് മുകളിലുള്ള സ്ക്രീനുകളിലേക്കും ആഡ് ചെയ്യപ്പെട്ടിരുന്നു. 300 സ്ക്രീനുകളിൽ നിന്ന് 355 സ്ക്രീനുകളിലെത്തിയെങ്കിൽ 355-ൽ നിന്ന് 400-ന് മുകളിലേക്കും ശനിയാഴ്ച അത് 450-ലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴിൽ ഇന്നലെ റിലീസായി ഈ സിനിമ. അതിനോടകം തന്നെ നല്ല ലെവലിലുള്ള ഒരു റെസ്പോൺസ് സിനിമയ്ക്ക് വന്നു. പക്ഷേ ഫാമിലി കുട്ടികൾ ഒന്നും അവിടെ ഏൽക്കില്ല എന്നുള്ളത് അവർക്കറിയാം. കാരണം നടക്കില്ല. ഈ ഒരു സിനിമ അമ്മാതിരി കൊടൂരമായിട്ടുള്ളതാണ്. ആ റെസ്പോൺസാണ് അവിടെ നിന്ന് വരുന്നത്. എന്തായാലും ആദ്യ ദിനം നല്ല ഒരു കളക്ഷൻ, മിന്നുന്ന കളക്ഷൻ എന്ന് പറയില്ല, പക്ഷേ നല്ല ഒരു കളക്ഷനാണ് തമിഴ്നാട്ടിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. ഏറെക്കുറെ 50 ലക്ഷത്തിന് അടുത്താണ് സിനിമയ്ക്കുള്ള കളക്ഷൻ വന്നിരിക്കുന്നത്. 46 ലക്ഷത്തോളം രൂപയാണ് ആദ്യ ദിനം. അത് നല്ല ഒരു കളക്ഷൻ തന്നെയാണ്. ആലോചിക്കുക, ഒരു മലയാള സിനിമയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, മലയാളി ഇവിടെ കിടന്ന് തമിഴ് സിനിമ വരുമ്പോൾ, അതായത് വെറും വെട്ടും കുത്തുമുള്ള സിനിമ കാണുമ്പോൾ കൈയടിച്ച് കോടികൾ കൊടുക്കുന്ന പോലെ തമിഴരും ഒന്നും ഇങ്ങോട്ട് തരില്ല എന്നുള്ളത് അത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ആസ്വാദനവും അവരുടെ ആസ്വാദനവും എൻ്റയർലി ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. എപ്പോഴും അവരുടെ സിനിമയെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഹിന്ദിയിൽ റെക്കോർഡ് തകർക്കുമ്പോൾ GCCയിൽ സിനിമയ്ക്ക് മികച്ച ഒരു കളക്ഷൻ വരുന്നു. അതിൻ്റെ ഔട്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും നല്ല റെസ്പോൺസാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ സിനിമ ആ റേഞ്ചിലേക്ക് കയറുന്നു എന്നുള്ള വാർത്തകളുമാണ്. സിനിമ ഇന്നത്തോടുകൂടി, അതായത് ഈ ഒരു ശനിയാഴ്ചത്തോടു കൂടി സിനിമ 95 കോടി ആ റേഞ്ചിലേക്ക് 90-95 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെ ആണ് ട്രാക്കേഴ്സ് പോലും പറയുന്ന കളക്ഷൻ. അപ്പോൾ 100 കോടി ലോഡിംഗ് എന്നുള്ള ആ ഒരു പോസ്റ്റർ ഞായറാഴ്ച നമുക്ക് പൊട്ടിക്കാം, അല്ലെങ്കിൽ
ഉണ്ടെങ്കിൽ കത്തിക്കാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾ ഈ സിനിമ ഈ ദിവസമാണ് കാണുന്നതെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഒന്നല്ല ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പറയാം. എന്താണേലും മലയാള സിനിമ ഇവിടെ ആളിപ്പടരുകയാണ്. അതായത് ഉണ്ണി മുകുന്ദൻ കൊളുത്തി വെച്ച ആ ഒരു തീ ഇന്ത്യ മുഴുവൻ കത്തുന്നു. ഒപ്പം മലയാള സിനിമയെ ഒരു പാൻ ഇന്ത്യൻ മൂവിയായി മാറ്റുന്ന ആദ്യ ചിത്രമായി. ഇതുവരെയെല്ലാം നമ്മൾ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ നിന്ന് ശരിക്കും ഒരു പാൻ ഇന്ത്യൻ സിനിമ ആയി മാറുന്നത് ഈ ഒരു സിനിമയായി മാറുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.